അപ്പോൾ ഒരു കാര്യമുള്ളത്, നമ്മളെ വികസനം നടത്തിയതുകൊണ്ട് മാത്രം വോട്ടില്ല. ഞാൻ വളരെ മെനക്കെട്ടാണ് നടത്തിയ ഹൈവേ ആലപ്പുഴ ജില്ലയ്ക്ക് കിടക്കാനുള്ള ഏക മാർഗം ഞാൻ പൂർത്തിയാക്കിയതാണ്. ആ വാർഡ് വോട്ടെണ്ണിപ്പോൾ അവിടെ വരുമ്പം എനിക്ക് ഭൂരിപക്ഷം കിട്ടുന്ന പ്രതീക്ഷയോടെ, പക്ഷേ നേരിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഈ ജനപ്രതിനിധികൾക്ക് ജനങ്ങളുമായി ഒരു റെസണൻസ് ഉണ്ട്. അങ്ങനെ ജനപ്രതിനിധികൾ എപ്പോഴും ജനങ്ങളുമായി ഒരു ഇക്വേഷൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ ഏത് സാഹചര്യത്തിലും അവർ വോട്ട് ചെയ്യൂ. ഒരാളെ ബോധപൂർവം PR വർക്കിലൂടെ മോശമാക്കാൻ ചിത്രീകരിച്ചാൽ അതിൻ്റെ മറുവശം പറഞ്ഞില്ലെങ്കിൽ അത് ആളുകൾ വിശ്വസിക്കും. അങ്ങനെ ഒരു മുന്നണിയിൽ നിന്നൊരു പാർട്ടി മാറണമെങ്കിൽ അതൊരു ചെറിയ കാര്യമായിട്ട് ഞങ്ങൾ കരുതുന്നില്ല. 1, 2, 3 ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ ഈ മുന്നണി വിടുന്നു എന്ന് പറയണം. അത്തരം സാഹചര്യങ്ങൾ ഒന്നും ഉണ്ടായില്ലല്ലോ. സ്വാഭാവികമായി 2 ടേം ഭരണത്തിലിരിക്കുമ്പോൾ കുറേ ആളെല്ലാം ഇനിയൊന്ന് മാറട്ടെ എന്ന് ചിന്തിച്ചാൽ അതിനകത്ത് കുറ്റം പറയാനില്ല. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് ആണുള്ളത്. ഇപ്പോൾ കേരള കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു തിരിച്ചടി കേരള കോൺഗ്രസിനെ സംബന്ധിച്ചോളം നേരിടേണ്ടി വന്നിരിക്കുന്നു. 12 സീറ്റും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു പരാജയത്തെ വിലയിരുത്തുന്നത്? അതായത് തെരഞ്ഞെടുപ്പ് പരാജയവും വിജയവും സ്വാഭാവികമാണ്. അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ RSP ഒരു MLA ഇല്ലാത്ത പാർട്ടിയായിരുന്നു, ഇപ്പോൾ 4 MLA ഉള്ള പാർട്ടിയായി മാറി. ജോസഫ് ഗ്രൂപ്പിന് ഒരു MLA ഉള്ള കാലം ഉണ്ടായിരുന്നു, അന്ന് പാർലമെൻ്ററി പാർട്ടി പോലും അവരെടുത്തിട്ടില്ല. നമുക്കും അതുപോലെ തന്നെ കുറഞ്ഞ MLA നമ്പറുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം നമ്മൾ ഉയർത്തു വന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധി ഉണ്ടാകാത്തത് അത് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം രാഷ്ട്രീയം തീർന്നുവെന്ന് ചിന്തിക്കുന്ന പാർട്ടി പ്രവർത്തകരല്ല നമുക്കുള്ളത്. എന്താണ് ഈ ഒരു തിരിച്ചടിക്ക് കാരണമായി വിലയിരുത്തുന്നത്? അല്ല, അതിപ്പോൾ നമ്മളൊരു കാര്യം കണ്ടില്ല. ഇപ്പോൾ തമിഴ്നാട്ടിലെ DMK ആരെങ്കിലും വിചാരിച്ചോ? ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. സ്റ്റാലിൻ വരെ പരാജയപ്പെട്ടു. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ തിങ്കിങ് ജനങ്ങൾക്കുണ്ടാകും. അത് ഈ കാലഘട്ടം മാത്രമല്ല, എല്ലാ ഇലക്ഷനും ഉണ്ടാകും. 15 വർഷം ഭരിച്ച പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി വരെ പരാജയപ്പെട്ടു. 206 വോട്ടാണ് BJPക്ക് അവിടെ ലഭിച്ചിട്ടുള്ളത്, MLA മാർ. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പും ശാശ്വതമായ റിസൾട്ടല്ല. നമ്മൾ വീണ്ടും ജനങ്ങളുടെ അടുത്ത് അവരുടെ പ്രശ്നങ്ങളുമായി നിന്നാൽ ജനങ്ങൾ കൈവിടില്ല. കേരള കോൺഗ്രസിൻ്റെ ചരിത്രം അതാണ്. ഇപ്പോൾ സംസ്ഥാനത്താകെ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടി വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ട്. അത് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ കഴിയും. അത്തരത്തിൽ ഈ കേരള കോൺഗ്രസ് മത്സര സ്ഥലങ്ങളിലും പാർട്ടി വോട്ടുകൾ കൃത്യമായി വീഴാതിരുന്നത് തോൽവി കാരണമായി എന്ന് കരുതുന്നു. അല്ല, ഇതിനകത്തൊരു കാര്യമുള്ളത്, ഈ പാർട്ടികൾ എന്ന് പറയാൻ ഉള്ള വോട്ടുകൾ ഒരു ഡിസിസീവ് വോട്ടുണ്ട്, എല്ലാ പാർട്ടിക്കും ഉണ്ട്. പാർട്ടിയുടെ ഭാരവാഹികൾ, അതിൻ്റെ ഏറ്റവും അടുത്ത പാർട്ടിയെ അനുനമിക്കുന്നവർ, അങ്ങനെ എല്ലാ പാർട്ടിക്കും എല്ലാ മുന്നണിക്കുമുണ്ട്. പക്ഷേ ഇവർക്കെല്ലാം ഇതിലെല്ലാം ഉപരിയായുള്ള അനുഭാവികളും നിഷ്പക്ഷരായ ജനവിഭാഗവും ഉണ്ട്. ആ നിഷ്പക്ഷരായ ജനവിഭാഗങ്ങളുടെ വോട്ട് എങ്ങോട്ട് പറയുന്നു അവിടെ ജയിക്കും. അതാണ് സ്ഥിതി. അപ്പോൾ കുറേ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ ഇത്തവണ മാറി വോട്ട് രേഖപ്പെടുത്തിയെന്ന് വേണം കരുതാൻ. കാരണം എപ്പോഴും നമ്മളൊരു കാര്യമുള്ളത്, ജനപ്രതിനിധി ആയിരിക്കുന്നത് വികസനം മാത്രം ഒരു ഘടകമല്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, MLA ആയിരുന്ന ആളാണ്, ഒരുപാട് വികസനം നടത്തിയ ആളാണ്. സമയമായപ്പോൾ 2001 വോട്ടിന് ഞാൻ തോറ്റുപോയി. അപ്പോൾ ഒരു കാര്യമുള്ളത്, നമ്മളെ വികസനം നടത്തിയതുകൊണ്ട് മാത്രം വോട്ടില്ല. ഞാൻ വളരെ മെനക്കെട്ടാണ് നടത്തിയ ഹൈവേ ആലപ്പുഴ ജില്ലയ്ക്ക് കിടക്കാനുള്ള ഏക മാർഗം ഞാൻ പൂർത്തിയാക്കിയതാണ്. ആ വാർഡ് വോട്ടെണ്ണിപ്പോൾ അവിടെ വരുമ്പം എനിക്ക് ഭൂരിപക്ഷം കിട്ടുന്ന പ്രതീക്ഷയോടെ, പക്ഷേ നേരിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം ഒരു വികസനം നടത്തണം, അതാവശ്യമാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ വികസനം ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ആളുകൾ വന്ന് വോട്ട് ചെയ്യുമെന്ന് ധരിക്കരുത്. ഈ ജനപ്രതിനിധികൾക്ക് ജനങ്ങളുമായി ഒരു റെസണൻസ് ഉണ്ട്. റെസണൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രതിധ്വനി എന്നാണ്. നാം അങ്ങോട്ട് റെസ്പോൺസ് കൊടുത്താൽ അതുപോലെ റെസ്പോൺസ് തിരിച്ചു വരണം. അതില്ലാതെ അങ്ങ് പോയാൽ നമ്മൾ അവരുമായിട്ടൊരു ഇക്വേഷൻ ഇല്ലെന്ന അർത്ഥം. അങ്ങനെ ജനപ്രതിനിധികൾ എപ്പോഴും ജനങ്ങളുമായി ഒരു ഇക്വേഷൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ ഏത് സാഹചര്യത്തിലും അവർ വോട്ട് ചെയ്യൂ. പക്ഷേ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കണക്ക് നോക്കുമ്പോൾ ഈ പാർട്ടി കേന്ദ്രങ്ങളിലാണ് പല സ്ഥലത്തും കുറിച്ചിയിലെത്തിക്കഴിഞ്ഞാൽ ജോ മൈക്കിൾ വലിയ തോതിൽ വിചാരിച്ച വോട്ടുകൾ ലഭിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ നിഷ്പക്ഷ വോട്ടുകൾക്കപ്പുറത്തേക്ക് കേഡറോ അല്ലെങ്കിൽ വോട്ടുകളിൽ നിന്നും മാറ്റം പോയി എന്ന് തന്നെയല്ലേ ഈ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അല്ല, കേഡർ വോട്ട് പോയെങ്കിൽ ഇത്ര വോട്ട് ലഭിക്കുകയല്ലോ. ഇത്രയും വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചില്ലേ? ചുരുങ്ങിയ വോട്ടുകൾക്കല്ലേ പരാജയപ്പെടുന്നത്. ഇപ്പോൾ 8000 വോട്ടിൻ്റെ കുറവേ ഉള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് വോട്ട് പോയെങ്കിൽ 15,000 25,000 ഒക്കെ അങ്ങനെ പോയല്ലേ മെജോറിറ്റി. അപ്പോൾ കിട്ടിയ വോട്ട് നമ്മൾ കണക്കാക്കാതിരിക്കാൻ ഒക്കത്തില്ല. പക്ഷേ നമുക്ക് കിട്ടേണ്ടിയിരുന്ന അനുഭാവികളുടെയും നിഷ്പക്ഷരായിട്ടുള്ളയും സാധാരണ പ്രവർത്തകരുടെയും പല വോട്ട് ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവാം.
ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ അത് ഗൗരവമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നമ്മുടെ പാർട്ടിയൊക്കെ അത് വിലയിരുത്തണം. വരുന്ന 9-ാം തീയതി പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ചിരിക്കുക. ഒപ്പം തന്നെ ഈ ഒരു പാർട്ടി ചെയർമാൻ വീണ്ടും പാലയിലേക്ക് തുടർച്ചയായ 2ാം തവണയിലേക്കും തൊലിവരുന്നു. എന്താണ് പാലായിലേക്ക് ഒരു വിജയം നേടാൻ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ബാലികരാമലയം നിൽക്കുന്നത്? അല്ല, അവിടുത്തെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജോസ് കെ മാണി അങ്ങനെ ഒരുപാട് തെരഞ്ഞെടുപ്പിൽ തോറ്റ ആളൊന്നുമല്ല. മൂവാറ്റുപുഴ പാർലമെൻറ്റ് പരാജയപ്പെട്ടു. അതൊരു ഗുണപാഠമൊക്കെ മനസ്സിലാക്കി കോട്ടയം പാർലമെൻറ്റിൽ നിന്ന് മത്സരിച്ചു. 75,000 വോട്ടിനാണ് ജയിച്ചത്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? സുരേഷ് കുറുപ്പിനെ. സുരേഷ് കുറുപ്പ് ആരെയൊക്കെ പരാജയപ്പെടുത്തി? KPC പ്രസിഡൻ്റായിരുന്ന കോൺഗ്രസിൻ്റെ നേതാവ് രമേശ് ചെന്നിത്തലയെ പരാജയപ്പെടുത്തി, PC ചാക്കോയെ പരാജയപ്പെടുത്തി ഒക്കെ നിൽക്കുന്ന പ്രഗത്ഭനായ സുരേഷ് കുറുപ്പിനെ പരാജയപ്പെടുത്തി 75,000 വോട്ടിന് ജോസ് കെ മാണി ജയിച്ചു. അപ്പോൾ ജയിക്കാൻ പറ്റാത്ത ആളൊന്നുമല്ലല്ലോ. അദ്ദേഹം നന്നായി പ്രവർത്തിച്ചു. ഒരു MP ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം MP ആണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞത്. അതാണ് അതിൻ്റെ പ്രത്യേകത. എത്രയോ റോഡുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് കൊണ്ടുവന്ന് ചെയ്തു. IIIT മുതൽ എന്തെല്ലാം സ്ഥാപനങ്ങൾ കൊണ്ടുവന്നു. 2ാമത്തെ ഇലക്ഷൻ എന്തായി? 1.25 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അപ്പോൾ ഒരു നല്ല ജനപ്രതിനിധിയായിരുന്ന ആളാണ് ജോസ് കെ മാണി. പക്ഷേ അദ്ദേഹം പാലായിലേക്ക് വന്ന് മത്സരിച്ചപ്പോൾ ഈ വ്യക്തിഹത്യ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാളെ ബോധപൂർവം PR വർക്കിലൂടെ മോശമാക്കാൻ ചിത്രീകരിച്ചാൽ അതിൻ്റെ മറുവശം പറഞ്ഞില്ലെങ്കിൽ അത് ആളുകൾ വിശ്വസിക്കും. അങ്ങനെ ക്യാരക്ടർ അസോസിയേഷൻ നടത്തി, വ്യക്തിഹത്യ നടത്തി അദ്ദേഹത്തെ ബുദ്ധിമുട്ടിലാക്കിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് 15,000 വോട്ടിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോയപ്പോൾ പോലും അത് വേണോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഡയറായി ആ പാലായിൽ തന്നെ ഞാൻ നിൽക്കൂ എന്നുള്ള വ്യക്തമായ നിലപാട് അദ്ദേഹത്തിൻ്റെ പിതാവ് കെട്ടിപ്പടുത്ത ആ പാല തൻ്റെ വികാരമാണ്, ഹൃദയവികാരമാണെന്ന് മനസ്സിലാക്കി അവിടെ തന്നെ നിൽക്കൂ എന്നുള്ള നിലപാടെടുക്കുകയും അവിടെ മത്സരിക്കുകയും കേരളം മുഴുവൻ, ഞാൻ തന്നെ പല സ്ഥലത്തും പോയിട്ടുണ്ട്, പാലായി ജോസ് കെ മാണി ജയിക്കുമല്ല എന്ന് ഇങ്ങോട്ട് ആൾ ചോദിക്കും. ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു. ചുരുങ്ങിയ വോട്ടിനല്ലേ അദ്ദേഹം പരാജയപ്പെട്ടത്. അതൊരു വലിയ വ്യത്യാസമാണോ? ഇവിടെ ഓരോ സ്ഥാനാർത്ഥി ഇപ്പോൾ ഓരോ 85,000 ഭൂരിപക്ഷത്തിൽ ജയിച്ച കുഞ്ഞാലിക്കുട്ടി സാഹിബ് 85,000 ജയിച്ചു. അത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ 3,000 വോട്ടിൽ താഴെ വോട്ടിന് 2,900 വോട്ടിന് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ ഒരു ഫൈറ്റ് നടത്തി ജനങ്ങളുടെ മുമ്പിൽ അംഗീകാരം നേടി എന്നല്ലേ എൻ്റെ അർത്ഥം. സാങ്കേതികമായി പറഞ്ഞാൽ ഒരു വോട്ട് കുറഞ്ഞ ആൾ പരാജയപ്പെട്ടു. ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു വാർത്ത കാണുന്നു, തമിഴ്നാട്ടിലെ DMKയുടെ ഒരു മന്ത്രി ഓരോ വോട്ടിന് തോറ്റുപോയെന്ന് വാർത്ത കാണുകയുണ്ടായി. ഓരോ വോട്ടിന് സാങ്കേതികമായി പറഞ്ഞാൽ തോറ്റു. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ കാര്യത്തിലൊന്നും ഒരു അസംബ്ലി ഇലക്ഷന് മുമ്പ് നിന്നുള്ളൂ. 2ാമത്തെ അസംബ്ലി ഇലക്ഷനാണ് ഇത്. 2 പാർലമെൻറ്റ് ഇലക്ഷൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അപ്പോൾ ആ ആക്ഷേപത്തിലൊന്നും വലിയ കാര്യമില്ല. MI ഷാനവാസ് 7 തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു, 8ാമത്തേനാണ് ജയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പരാജയം ഉണ്ടാകും, വിജയം ഉണ്ടാകും, നമ്മൾ തുറന്നുകൊണ്ടേയിരിക്കണം. അതാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു UDF വലിയ ഇതിൽ ഈ തെരഞ്ഞെടുപ്പ്, അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ക്ഷണിച്ചിരുന്നു. UDFിലേക്ക് പോകാതിരുന്നത് നഷ്ടമായി എന്ന് തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ? അല്ല, അങ്ങനെ ഒരു തോന്നലേ ഇല്ല. അതൊക്കെ ഞാൻ UDF ഞങ്ങൾ LDFിൽ പോയ കാലം മുതൽ UDFിന് കുറ്റബോധം ഉണ്ടായി അവർ ക്ഷണം തുടങ്ങിയതാണ്. അത് എത്രയോ പ്രാവശ്യം ഈ റിപ്പോർട്ടിംഗ് ചാനലിൽ തന്നെ ഞാൻ നിഷേധിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഒരു ഗൗരവകരമായ ചർച്ച നമ്മുടെ പാർട്ടി നടന്നിട്ടേ ഇല്ല. ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ നമ്മൾ നിഷേധിക്കുന്നു, അത് ചർച്ചയാകുന്നു, ഏറിൽ ഇങ്ങനെ ചർച്ച നടക്കുന്നു എന്നല്ലാതെ പാർട്ടി അത് ഗൗരവമായ അജണ്ട വച്ച് ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു മുന്നണിയിൽ നിന്നൊരു പാർട്ടി മാറണമെങ്കിൽ അതൊരു ചെറിയ കാര്യമായിട്ട് ഞങ്ങൾ കരുതുന്നില്ല. അങ്ങനെ മാറണമെങ്കിൽ അതിനൊരു രാഷ്ട്രീയ കാരണം വേണം. ആ കാരണം താഴേക്ക് റിപ്പോർട്ട് ചെയ്യണം, അതിൻ്റെ റിപ്പോർട്ട് മേളിലേക്ക് വരണം, ഗൗരവകരമായി ഡിസ്കസ് ചെയ്യണം, തീരുമാനം എടുക്കണം, എന്നിട്ട് ജനങ്ങളെ അറിയിക്കാൻ പത്രസമ്മേളനം വിളിച്ച് 1, 2, 3 ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ ഈ മുന്നണി വിടുന്നു എന്ന് പറയണം. അത്തരം സാഹചര്യങ്ങൾ ഒന്നും ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മളെന്തിനാ ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ ഭരണം മാത്രമാണോ രാഷ്ട്രീയ പ്രവർത്തനം? പ്രതിപക്ഷത്തിരുന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താം. നല്ല രീതിയിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ മേലെ, ബുദ്ധിമുട്ടില്ലല്ലോ. അതും കൂടെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനം. അല്ല എന്നും ഭരണത്തിൽ കയറിയിരിക്കുന്ന മാത്രമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ഞങ്ങളാരും കരുതുന്നില്ല. ഇപ്പോൾ വീണ്ടും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വരുന്ന ചില നേതാക്കൾക്കൊക്കെ വേണമെങ്കിൽ എല്ലാം വരുന്നവർക്ക് വരാം എന്ന് പറഞ്ഞ് വീണ്ടും അവർ ക്ഷണിക്കുകയാണ്. അല്ല, അത് ആത്മാർത്ഥമായിട്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. മനസ്സിലായില്ലേ? അത് പിന്നെ ആർക്കും ക്ഷണിക്കാനൊക്കെ അവകാശമുണ്ട്, അത് നിഷേധിക്കുന്നില്ല. നമ്മുടെ നിലപാട് കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ
ശക്തമായി തുറന്ന് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിലപാട്. അപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്നും പോകുന്ന കാര്യം ചിന്തിക്കുന്നില്ല എന്ന് തന്നെ ആലോചിച്ചിട്ടേ ഇല്ല. പണ്ടും ഞങ്ങൾ പറയുമായിരുന്നല്ലോ, ഞങ്ങൾ പറയാം, ഞങ്ങളുടെ ഒരു ആലോചന പോലും നടത്തിയിട്ടില്ല. പിന്നെ വാർത്തകൾ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഈ സമൂഹ മാധ്യമങ്ങളടക്കമുണ്ട് ചില ആളുകളും പറയുന്നുണ്ട് ഈ റോഷി അഗസ്റ്റിനെതിരെ വലിയ തോതിലൊരു ക്യാമ്പയിൻ സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലുമൊക്കെ നടക്കുന്നുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. റോഷി കാരണമാണ് UDF-ലേക്ക് പോകാതിരുന്നത്. അതായത് ആ ചർച്ചയിലേക്ക് തന്നെയാണ് വീണ്ടും അവർ കൊണ്ടുവരുന്നത്. അല്ല, ഇത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ചർച്ച ഇങ്ങനെ ഓരോ സോഷ്യൽ മീഡിയ ഓരോരുത്തർ അഭിപ്രായം പറയാവുന്ന കാര്യം. ഇപ്പം ഞാനൊരു കാര്യം, സോഷ്യൽ മീഡിയയുടെ നിങ്ങൾക്ക് തന്നെ അറിയാം, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. എന്നെപ്പറ്റി തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ അത്ഭുതപ്പെട്ടു പോകും ചില സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ കണ്ടാൽ. അപ്പോൾ സത്യവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ പടച്ചുവിടുന്ന ഒരു സംവിധാനമാണ് സോഷ്യൽ മീഡിയ. നമ്മൾ അതുകൊണ്ടൊന്നും ബേജാറായിട്ട് കാര്യമില്ല. അതങ്ങനെ പലരും അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തായാലും ഈ തോൽവിയെ ഗൗരവമായി കാണുന്നു, അത് കൃത്യമായി വിലയിരുത്തും എന്ന് തന്നെയാണ്. 100% ഈ തോൽവിയെ ഗൗരവമായി തന്നെ കാണും. തോൽവിയാണ്. ആ തോൽവിയെ അംഗീകരിച്ചുകൊണ്ട് എവിടെ എന്ത് അപാകത പറ്റിയെന്ന് ഗൗരവമായി പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്യും. അതിനുശേഷം ആ കാര്യങ്ങൾ LDF യോഗത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കും. അങ്ങനെ മുന്നോട്ട് പോകും, സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകും. ഇതൊരു സർക്കാർ വിരുദ്ധത ആണോ ഈ തിരിച്ചടി എന്ന് കരുതുന്നുണ്ടോ, അതോ എന്തെങ്കിലും ചില വ്യക്തികളോടുള്ള എതിർപ്പ് പൊതുവിൽ പ്രകടമായതാണോ? ഇതിനങ്ങനെ ഒരു വിരുദ്ധത എന്നല്ലല്ലോ അതിന് പറയുന്നത്. ഓരോ സാഹചര്യം ഓരോ ഘട്ടത്തിലുണ്ടല്ലോ. ഉദാഹരണം പറഞ്ഞാൽ നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാര്യത്തിലേ ജില്ലാ കൗൺസിലാന്ന് ഇലക്ഷൻ നടത്തി. 14 ജില്ലാ കൗൺസിൽ LDF ജയിച്ചു. നയനാർ ഗവൺമെൻറ് പിരിച്ചു വിട്ടു. നല്ല സന്ദർഭമാണ്, രാഷ്ട്രീയ അന്തരീക്ഷം, അദ്ദേഹത്തിന് ഉപദേശം കിട്ടി. 1 വർഷം മുമ്പേ പിരിച്ചുവിട്ട് ഇലക്ഷൻ നടത്തി. എന്തുണ്ടായി? രാജീവ് ഗാന്ധി അസാസിനേറ്റപ്പെട്ടു. പെരുമ്പത്തൂരിൽ മദ്രാസിൽ വെച്ച് അദ്ദേഹം കൊലയപ്പെട്ടു. ഇലക്ഷൻ നിർത്തിവെച്ചു. 2 മാസം കഴിഞ്ഞ് ഇലക്ഷൻ നടത്തി. നേരെ തിരിച്ചായി റിസൾട്ട്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ സിറ്റുവേഷൻസാണ്. അതിന് പല കാരണങ്ങളുണ്ടാവാം. അതിലൊരു കാരണം ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരം. സ്വാഭാവികമായി 2 ടേം ഭരണത്തിരിക്കുമ്പോൾ കുറേ ആളെല്ലാം ഇനിയൊന്ന് മാറട്ടെ എന്ന് ചിന്തിച്ചാൽ അതിനകത്ത് കുറ്റം പറയാനില്ല. അതൊരു ഘടകം. അത് മാത്രമെന്ന് പറയാനൊന്നും കഴിയില്ല. അതായത് ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളോടൊരു വിദ്വേഷം കൂടി ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, മുഖ്യമന്ത്രിയോട് അതുപോലെ ഇഷ്ടമുള്ളവരുമുണ്ട്. അദ്ദേഹമായതുകൊണ്ടാണ് ഈ വികസന പ്രവർത്തനമെല്ലാം നടന്നെന്ന് ചിന്തിക്കുന്നവരും ധാരാളം. ഇപ്പോൾ അദ്ദേഹത്തിന് ഏതൊരു അഭിപ്രായ സർവേ നടത്തിയപ്പോഴത്തേക്ക് 33% ആളുകളില്ലേ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാണെന്ന് അഭിപ്രായപ്പെട്ടത്. എനിക്ക് അത് ഏറ്റവും കൂടുതലാണെന്ന് തോന്നുന്നു. പ്രതിപക്ഷ നേതാവിനേക്കാൾ ഒരുപടി കൂടുതലാണ്. അത് കേരളത്തിലെ ജനങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 2 വശമുണ്ട്. അതാണ് അതിൻ്റെ 2 വശവുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതാണ്. അപ്പോൾ എന്തായാലും ഒരു വലിയ തിരിച്ചുവരവിലേക്ക് ഉള്ള ഒരു ശാന്തിയായിട്ട് ഇതിനെ കണ്ടാൽ മാത്രം മതി. 100%. ഒരിക്കലും ഒരു പരാജയം ഒന്നിൻ്റെ അവസാനമല്ല, അത് വിജയത്തിൻ്റെ തുടക്കമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. 3 വർഷം കഴിയുമ്പോൾ ഇലക്ഷൻ വരാൻ പോവുക. 1 India 1 election. 100% തിരിച്ചു വരാൻ കഴിയും. കേരള കോൺഗ്രസ് ഉറപ്പായിട്ട് തിരിച്ചു വരും. അത് നിങ്ങൾ അത്ഭുതപ്പെടുന്ന റിസൾട്ടായിരിക്കും കേരള കോൺഗ്രസ് തന്നെയായിരിക്കും. അത് എന്താ സംശയമുള്ളത്? നമ്മൾ പിന്നെ എന്നാ വേറിട്ട് ചിന്തിച്ചിട്ടില്ലല്ലോ ഇതുവരെ. ആ തിരിച്ചു വരുന്നത് ഞാൻ ഒരു അത്ഭുതകരമായ വിസ്മയകരമായ തിരിച്ചുവരവായിരിക്കും. അതാണ് എൻ്റെ കാര്യം. അതുതന്നെയാണ് കൃത്യമായ മറുപടിയാണ്. LDF-ൽ തന്നെയായിരിക്കും. LDF-ൽ നിന്നുകൊണ്ടുള്ള ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന കാര്യം തന്നെയാണ് എന്തായാലും സ്റ്റീഫൻ ജോർജും പങ്കുവെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.